അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയുമായിട്ടുള്ള വിവാഹം നടന്ന ആ ഒരു സാഹചര്യം നമ്മുടെ ശ്രുതി അറിയുകയാണ്. നമ്മുടെ ശ്രുതിയോട് ആരായിരിക്കും ആ കാര്യം പറഞ്ഞിട്ടുണ്ടാവുക? നമ്മുടെ ശ്രുതി വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന പെൺകുട്ടിയാണ് നമ്മുടെ രേവതി എന്ന് അറിയുന്ന നമ്മുടെ ശ്രുതി എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ശ്രുതിക്ക് അതൊന്നും ഒരു വിഷയമായിരിക്കില്ലേ? അതേസമയം ശ്രുതി അതിനെതിരെ നല്ല ശക്തമായിട്ട് പൊട്ടിത്തെറിക്കുമോ? എങ്ങനെയായിരിക്കും നമ്മുടെ ശ്രുതി അതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുക? ആരായിരിക്കും ആ രഹസ്യങ്ങളൊക്കെ നമ്മുടെ ശ്രുതിയുടെ മേൽ ചോർത്തി കൊടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും താല്പര്യം ഉണ്ടാവും. അത് പറയാനായിട്ട് ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങ് ചെയ്തോളുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ 14-ാം തീയതി ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നമുക്ക് പോയത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് സച്ചിയും രേവതിയും തമ്മിലുള്ള പിണക്കം മാറ്റുന്നതിന് വേണ്ടിയിട്ട് 2 പേരെയും റെസ്റ്റോറൻറ്റിലേക്ക് ഒരു പാർട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വിളിക്കുകയാണ്. അപ്പോൾ സച്ചി പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് ഒടുവിൽ പതിവ് പോലെ തന്നെ ഏട്ടൻ വന്നില്ലെങ്കിൽ ഇനി ഞാൻ ഏട്ടനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, ഞാൻ ഇനി ഏട്ടനോട് മിണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയുമ്പോൾ നമ്മുടെ സച്ചി സമ്മതിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അത്രയും കാര്യങ്ങളായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ 14-ാം തീയതിയിലെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ രേവതി മുറിയിലിരുന്നിട്ട് ഇങ്ങനെ അലമാരിയിൽ സാരികളൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ സച്ചി ഒരുങ്ങി റെഡി ആയിട്ട് പോകാനൊക്കെ ആയിട്ട് തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ സച്ചി രേവതിയോട് ചോദിക്കുകയാണ്, അല്ല രേവതി, നീ എന്താ ഇതുവരെയും റെഡിയാവത്തെ? നീ വരുന്നില്ലേ? എന്താ ഇതിങ്ങനെ നിൽക്കുന്നത്? പെട്ടെന്ന് റെഡിയാവ് എന്നിങ്ങനെ പറയണം. അപ്പോൾ രേവതി പറയണം, എവിടെ പോവാൻ? അപ്പോൾ സച്ചി പറയണം, അതിന് ശ്രീകാന്ത് നിന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണല്ലോ എന്നോട് പറഞ്ഞത്, പാർട്ടിയിൽ പോകുന്ന കാര്യം. അതുകൊണ്ട് നീ പെട്ടെന്ന് റെഡിയാവ്. അപ്പോൾ രേവതി പറയണ, ഞാൻ വരുന്നില്ല, എനിക്ക് തീരെ താല്പര്യമില്ല വരാൻ. അതെന്താ വരാത്തത്? പറ്റില്ല, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ വന്നില്ലെങ്കിലുണ്ടല്ലോ അവൻ എന്നോട് മിണ്ടില്ല ശ്രീ. അപ്പോൾ ഉടനെ രേവതി പറയണം, അതേ, ആ പാർട്ടിയിൽ ഞാൻ പങ്കെടുക്കണ്ട, ഞാനും നിങ്ങളും പങ്കെടുക്കേണ്ട പാർട്ടി അല്ല ഇത്. അതെന്താ അങ്ങനെ? ശ്രീകാന്ത് നമുക്ക് 2 പേർക്കും പാർട്ടി ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്, പിന്നെന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? മനുഷ്യ, അത് ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള പാർട്ടിയാണ്. നമ്മൾ 2 പേരും ഭാര്യ ഭർത്താക്കന്മാരല്ലല്ലോ. താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 2അല്ലേ? അപ്പോൾ പിന്നെ നമ്മളതിൽ പങ്കെടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചിക്ക് ആകെ ഉത്തരം മുട്ടുകയാണ്. സച്ചി പറയണ, എന്നും പറഞ്ഞിട്ട് അങ്ങനെ പോവാതിരിക്കാനൊന്നും പറ്റില്ല, നീ പെട്ടെന്ന് റെഡിയാവേ. അതെ, നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരില്ല. അതുകൊണ്ടേ ഇനി എന്നെ അതിന് വേണ്ടിയിട്ട് വിളിക്കാൻ നിൽക്കണ്ട. അപ്പോൾ തന്നെ സച്ചി പറയണ, എടി രേവതി, നിന്റെ കെട്ടിയോനാ പറയുന്നത്. എനിക്കത് കേൾക്കുമ്പോൾ തിലകൻ സാറ് നിന്റെ അച്ഛനാടാ പറയുന്നത് എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. എനിക്ക് മാത്രമാണ് തോന്നിയത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സച്ചി പറയണേ, എടി രേവതി, നിന്റെ അച്ഛനാ പറയുന്നത്, കൂടെ വാ, വേഗം ഒരുങ്ങ് എന്നിങ്ങനെ പറയുമ്പോൾ രേവതിക്ക് ചിരി വരികയാണ്. അങ്ങനെ രേവതി മാറി നിന്ന് ചിരിക്കുകയാണ്. അതിനുശേഷം രേവതി വന്നിട്ട് സച്ചിയോട് ചോദിക്കുകയാണ്, അതേ, 2 സാരിയൊക്കെ കയ്യിലെടുത്തിട്ടാണ് പുള്ളിക്കാരത്തി, ഇതിലേത് സാരിയാണ് ഉടുക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി സച്ചി ഇങ്ങനെ നോക്കിയിട്ടാണ്, അമ്പടി കള്ളി, പോവാനുള്ള സാരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണല്ലേ നീ വലിയ ജാട കാണിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി ചിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് സച്ചി പറയണം, ഇതിൽ ഏത് സാരി നിനക്ക് ഉടുക്കാനാണ് ഇഷ്ടമെന്ന് വെച്ചാൽ നീ ആ സാരി ഉടുത്തോ, നിനക്ക് ഏത് കളറും ചേരും, പിന്നെന്താ എന്നിങ്ങനെ ചോദിച്ചിട്ട് സച്ചി ഇങ്ങനെ നടന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുന്ന സമയത്തിന് നോക്കുമ്പോഴത്തേക്ക് സച്ചി തിരിഞ്ഞു നോക്കുമ്പോൾ രേവതി ആ 2 സാരി ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി അടുത്ത് നിന്നിട്ട് എന്താ ഒരു 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 അതായത് ഒരു വെളുപ്പും ഒരു പർപ്പിൾ കളറൂടെ മിക്സ് ചെയ്തൊരു സാരിയാണെന്ന് തോന്നുന്നു. ആ സാരിയിൽ ഇങ്ങനെ കാണിച്ചിട്ട് പറയണേ, ഇത് ഉടുത്താൽ മതി, നീ ഇത് ഉടുക്കുമ്പോൾ നീ കൂടുതൽ സുന്ദരിയാവും, ഈ കളർ നിനക്ക് ഒരുപാട് ചേരും എന്നിങ്ങനെ പറഞ്ഞിട്ട് സച്ചി ഇറങ്ങി പോവുകയാണ്. ഇത് കാണുമ്പോഴുണ്ടല്ലോ നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി ആ സാരി എടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്, ഇന്നാൾ നയന നിന്നതുപോലെ. അങ്ങനെ നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റിൽ നമ്മുടെ നമ്മുടെ വന്നിരിക്കുകയാണ് നമ്മുടെ സുധിയും നമ്മുടെ ശ്രുതിയും കൂടി എത്തിയിരിക്കുകയാണ് റെസ്റ്റോറൻറ്റിൽ. അവരെയും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു പാർട്ടി നമ്മുടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത്. വന്ന ഉടനെ തന്നെ നമ്മുടെ ശ്രുതി പറയണ, സുധി, ഈ റെസ്റ്റോറൻറ്റിൽ നീ നേരത്തെ വന്നിട്ടുണ്ടോ? അപ്പോൾ ശ്രുതി പറയണേ, ഇവിടെ ഞാൻ വന്നിട്ടില്ലേ ശ്രുതി, പക്ഷേ ഇത് നല്ല അടിപൊളി, നല്ല രസമുണ്ടല്ലേ, ആരുടെയും ഒരു ശല്യവും ഇല്ല, എത്ര സൈലൻ്റായി ഈ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയുകയാണ് പുള്ളിക്കാരത്തി. അങ്ങനെ അവരോട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ
ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരികയാണ്. ശ്രീകാന്ത് പറയണ, ആ ഏട്ടത്തി ഏട്ടാ, ഞാൻ കുറേ നേരം നിങ്ങളെ രണ്ടുപേരും നോക്കുമായിരുന്നു, ദേ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് സീറ്റ് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയും കൂടി അവിടെ ഇരിക്കുകയാണ്. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നൈസ് ശ്രുതി, നൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്, ഓരോന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി. അപ്പോൾ ശ്രുതി പറയുകയാണ്, ആ എന്തായാലും നിന്നെയും കൊണ്ട് ഇവിടെ എനിക്ക് വരാൻ പറ്റിയല്ലോ, അത് തന്നെ എൻ്റെ സന്തോഷം. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്, ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വരാൻ പറ്റിയല്ലോ എന്നുള്ള രീതിയിൽ ശ്രുതി പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, ആ എന്തായാലും ശ്രീകാന്തിന് നമുക്ക് ഇവിടെ വിളിച്ചൊരു പാർട്ടി തരാനൊക്കെ തോന്നിയല്ലോ, ഒരുപാട് സന്തോഷമായി ശ്രുതി എനിക്ക് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ടേബിളിൻ്റെ പുറത്ത് ഓരോന്നൊക്കെ കൊണ്ടുവയ്ക്കാനായിട്ട് തുടങ്ങുകയാണ് നമ്മുടെ ശ്രീകാന്ത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയും രേവതിയും കൂടി വരികയാണ്. അപ്പോൾ ഇവരെ കാണുമ്പോഴത്തേക്ക് ഉടനെ അവരിങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ രേവതി ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് പറയണ, നോക്ക് ഞാൻ ഇതുപോലെയുള്ള വലിയ ഹോട്ടലുകളിലൊന്നും കയറി ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല എന്നിങ്ങനെ പറയുകയാണ് സച്ചിയോട്. പാവം വളരെ ലളിതമായിട്ട് പറയുകയാണ്. അപ്പോൾ ഉടനെ സച്ചി പറയണ, അതേ രേവതി ഞാനും കയറി കഴിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ വലിയ ഹോട്ടലുകൾക്ക് മുന്നിലൊക്കെ ആളുകളെ കൊണ്ടുചെന്ന് വിട്ടിട്ട് പോയിട്ടുണ്ട്, പക്ഷെ കയറിയിട്ട് ഒരു ചായ വെള്ളം പോലും കുടിച്ചിട്ടില്ല എന്ന് പറയാണ്. എന്നിട്ട് സച്ചി പറയാണ്, സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇവിടെ കയറി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് എനിക്കൊരു 3 ദിവസം വണ്ടി ഓടിച്ചാലേ ഇതിൻ്റെ ബില്ല് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അത്രയ്ക്ക് പൈസ എവിടെയൊക്കെ കഴുത്ത് ഞെരിച്ചാൽ പൈസ മേടിക്കുന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ രേവതി പറയണേ, എൻ്റെ മനുഷ്യ നിങ്ങളിത് എന്താ പറയുന്നത്? ഈ പാർട്ടിക്ക് നമ്മളെ ശ്രീകാന്ത് വിളിച്ചിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് നമ്മളിവിടെ പൈസയൊന്നും കൊടുക്കണ്ട, അതൊക്കെ ശ്രീ നോക്കിക്കോളും എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ സച്ചിറാണ്, ആ കൊള്ളാം 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 എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് പറയണം, ആ ഏട്ടാ ഏട്ടത്തി രണ്ടുപേരും വന്നല്ലോ, എനിക്ക് ഒത്തിരി സന്തോഷമായി, ദേ അവിടെയാണ് നിങ്ങളുടെ സീറ്റ്, അങ്ങോട്ടേക്ക് ചെല്ല് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ആരുടെ മുന്നിൽ? നമ്മുടെ ശ്രുതിയുടെയും മുന്നിലാണ് ഇവർക്കുള്ള ഇരിപ്പിടം. അങ്ങനെ അവർ രണ്ടുപേരും അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും കാണുകയാണ്. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുകയാണ്, ഭയങ്കര ഇറിറ്റേറ്റ് ആവുകയാണ് നമ്മുടെ സച്ചിയും രേവതിയും കാണുമ്പോഴത്തേക്ക്. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി ചോദിക്കുകയാണ്, നിങ്ങളെന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, എടാ ഭക്ഷണം കഴിക്കാനല്ലാതെ എന്തിനാടാ ഈ ഹോട്ടലിലൊക്കെ വരുന്നത്, അല്ലാതെ സിനിമ കാണാനാണോ ഇങ്ങോട്ട് ആളുകൾ വരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, എടാ ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള ലോ ക്ലാസ്സുകൾ വരുന്ന ഹോട്ടലുകളൊന്നുമല്ല, ഇവിടെയൊക്കെ മുന്തിയ ആളുകളാണ് വരുന്നത്. ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഒരു ചായ കുടിച്ചാൽ തന്നെ ഒരുപാട് പൈസയാവും, ഒടുവിൽ പൈസ കൊടുക്കാനില്ലാണ്ട് നീ ഇവിടുത്തെ ക്ലീനിങ് പണിയൊക്കെ ചെയ്യേണ്ടി വരും, കിച്ചണിൽ കിടന്ന് നരയിക്കേണ്ടി വരും, നീ ഇവളെയും വിളിച്ചുകൊണ്ട് എന്നിങ്ങനെ പറയുകയാണ്. ഇതേ ഞങ്ങളെപ്പോലുള്ള ഹൈ ക്ലാസ്സുകൾക്ക് വരാൻ പറ്റിയ സ്ഥലമാണ് എന്നിങ്ങനെ ശ്രുതി പറയുന്നുമുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരികയാണ്. പക്ഷേ സച്ചി അതൊന്ന് കൺട്രോൾ ചെയ്യാണ് നമ്മുടെ ശ്രീകാന്തിനെ ഓർത്തിട്ട്. എന്നിട്ട് സച്ചി പറയുകയാണ്, എടാ ഞങ്ങളൊക്കെ ലോ ക്ലാസ് തന്നെയാണ്, പിന്നെ നിന്നെ കണക്കുള്ള ഹൈ ക്ലാസിൻ്റെ കാര്യമൊന്നും പറയണ്ട. എടാ ഈ അടുത്ത സമയം വരെ നിനക്ക് നിനക്ക് ഇതുപോലുള്ള എന്താ പറയുന്നത്, ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന പോയിട്ട് ഒരു തുള്ളി പച്ചവെള്ളം കുടിക്കാൻ പോലും ഗതിയില്ലാതെ കിടന്നതല്ലേടാ നീ, എന്നിട്ട് എന്തിനാടാ നീ ജാട പറയുന്നത്? എന്നിട്ട് ഉടനെ നമ്മുടെ ശ്രുതിയെ നോക്കിയിട്ട് പറയണ, ഹലോ ഹൈ ക്ലാസ്സേ, ഞങ്ങൾ ലോ ക്ലാസ്സുകാർ ഇവിടെ ഒന്ന് ഇരിക്കുന്നുണ്ട്, എന്തെങ്കിലും വിരോധമുണ്ടോ എന്നിങ്ങനെ ചോദിക്കണം. ശ്രുതിക്ക് ഒട്ടും പിടിക്കുന്നില്ല. അപ്പം തന്നെ എന്ത് ചെയ്യുന്നു, സച്ചി രേവതിയോട് പറയണം, രേവതി കയറിയിരിക്കെ എന്നിങ്ങനെ പറയണം. എന്നിട്ട് ശ്രുതിയോട് പറയണം, എടാ ശ്രുതി മിണ്ടാണ്ട് അവിടെ എങ്ങനെ ഇരിക്കുക, പിന്നെ നിന്നെ അധിക്ഷേപിച്ചും തല്ലിയും എനിക്ക് തന്നെ ഇപ്പം നാണക്കേടായിട്ടിരിക്കുകയാണ്, അതുകൊണ്ടേ എന്നെ അതിനൊന്നും ഇനി കിട്ടത്തില്ല, കാരണം എനിക്ക് നാണക്കേടായിട്ട് വയ്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ ഇരിക്കുകയാണ്. നമ്മുടെ ശ്രുതിക്കും അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, ഇവരെന്തിനാ ഇവിടെ വന്നത്, ഇവരെന്തിനാ നമ്മുടെ മുന്നിൽ തന്നെ വന്നിരുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ശ്രുതി ചോദിക്കുകയാണ്, അല്ല നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടിയാണ്, ഈ പാർട്ടിയിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാർട്ടിയാണ്, ഈ പാർട്ടിയിൽ നിങ്ങൾ വരേണ്ട കാര്യം എന്താ എന്നിങ്ങനെ ശ്രുതി ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേവതിയാണ് മറുപടി പറയുന്നത്, ഞങ്ങൾ വെറുതെ വന്നതല്ല, ഞങ്ങളെ ശ്രീകാന്ത് വിളിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാർട്ടി സെറ്റാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് വന്നത് എന്നിങ്ങനെ രേവതി പറയുകയാണ്. ശ്രീകാന്ത് നിങ്ങളെ വിളിച്ചെന്നോ? അതെ ഞങ്ങളെ വിളിച്ചു. ഉടനെ തന്നെ ശ്രുതി പറയുകയാണ്, ഷെയിം എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയോട് പറയണേ, ഇതറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ പാർട്ടിയിൽ പങ്കെടുക്കണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് ഇനി ഇവരുടെ മുഖം കണ്ടുകൊണ്ടിരിക്കണ്ടേ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്
അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ ശ്രീകാന്ത് ഇടയ്ക്ക് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ശ്രീകാന്ത് പറയാണ്, സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമായി, ഇതിൽ കൂടുതൽ സന്തോഷം ഇനി എനിക്ക് എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കണം, എന്താടാ അങ്ങനെ ഒരു സന്തോഷം? അല്ലേ ഏട്ടാ, സത്യം പറഞ്ഞ 2 ഏട്ടത്തിമാരെയും കൂടി ഒരുമിച്ച് ഏട്ടന്മാരുടെ അടുത്ത് ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് മനസ്സിന്. സത്യം പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ വീട് ഇത്രയും നാളൊരു വീടേ ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആണുങ്ങൾ മാത്രമുള്ള ഒരു വീടായിരുന്നു. പെണ്ണെന്ന് പറയാൻ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ 2 ഏട്ടത്തിമാർ വന്നതാണ് വീടിൻ്റെ ഐശ്വര്യമാണ് എന്നിങ്ങനെ പറയുകയാണ്. ഇപ്പോൾ വീട്ടിൽ കളിയും ചിരിയും ഒക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയണേ, അമ്മ പെണ്ണെന്നോ? എടാ, അമ്മ പെണ്ണെന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു പെണ്ണാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി പറയണ, സച്ചി സൂക്ഷിച്ച് സംസാരിക്കണം, നീ എല്ലായിടത്തും അമ്മയെ താഴ്ത്തിക്കെട്ടിയുള്ള നിൻ്റെ സംസാരം ഉണ്ടല്ലോ എന്നിങ്ങനെ പറയണ. അപ്പോൾ ഉടനെ സച്ചി പറയണേ, എടാ എണീച്ച് പോടാ എന്നിങ്ങനെ പറയണ. അപ്പോൾ ഉടനെ ശ്രുതി ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ശ്രുതിയെ നോക്കിയിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശ്രുതി പറയണം, എടാ നീ ശ്രീകാന്ത്, നീ എന്താ ഇവർ പാർട്ടിയിൽ പങ്കെടുക്കുന്ന കാര്യം നീ എന്താ നേരത്തെ പറയാതിരുന്നത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങളിത് ഒഴിവാക്കി വിട്ടാനായി. ഇവരെ പോലെയുള്ള ലോ ക്ലാസ്സുകാരുടെ മുഖത്ത് നോക്കിയിരുന്ന് നമ്മൾ ഈ ഭക്ഷണം ഇനി കഴിക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ശരിക്കും സച്ചിയും രേവതിയും അല്ലാണ്ടാവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശ്രീകാന്ത് പറയണേ, ഏട്ടാ നിങ്ങളെ 2 പേരെ ഞാൻ വിളിച്ചത് എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് നിങ്ങളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട് ഇവിടെ ഒരു പാർട്ടിയൊക്കെ സെറ്റാക്കി ഇതൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പിരിയട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും വേണ്ട കേട്ടോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ആ സമയത്ത് ശ്രുതിയും അവർ ഇവരുടെ മുഖത്ത് വലിച്ചിറക്കി കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുക മാത്രമല്ല, അവർ തമ്മിൽ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ സച്ചിയും രേവതിയും കുത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിനാണ് നോക്കുമ്പോഴത്തേക്ക് സൂപ്പ് കൊണ്ടുവരികയാണ്. അങ്ങനെ സൂപ്പ് കൊണ്ടുവന്ന് മുന്നിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. 4 പേർക്കും കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ സച്ചി ചോദിക്കുകയാണ്, എടാ ഇതെന്താടാ ഇത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ശ്രീകാന്ത് പറയാണ്, അത് ഏട്ടാ സൂപ്പാ ഏട്ടാ എന്നിങ്ങനെ പറയാണ്. ഓ സൂപ്പോ? എന്നിട്ട് കൊടുത്ത സ്പൂണൊക്കെ സച്ചി എടുത്തങ്ങ് മാറ്റി കളഞ്ഞിട്ട് വിരൽ കൊണ്ട് കറക്കിയിട്ട് അത് കപ്പ് ഇങ്ങനെ കറക്കിയിട്ടാണ് പുള്ളിക്കാരൻ കുടിക്കുന്നത്. കുടിക്കും, കപ്പിൽ വെച്ച് തന്നെ ഇങ്ങനെ കൈ വെച്ച് കറക്കും, എന്നിട്ട് കുടിക്കും. അങ്ങനെ കുടിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ശ്രുതിയെ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, കണ്ടില്ലേ, അവന് സൂപ്പ് എങ്ങനെ കുടിക്കണം എന്ന് പോലും അറിയാൻ പാടില്ല. ഇങ്ങനെയുള്ളവൻ്റെ മുന്നിലാണല്ലോ നമ്മൾ ഇതൊക്കെ ഇരുന്ന് കഴിക്കേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ സച്ചി ഇങ്ങനെ നോക്കിയിട്ട് ശ്രുതിയോട് പറയും, ഡാ എടുത്ത് നിന്നിട്ട് പോടാ എൻ്റെ പാടൂക്കി എന്നിങ്ങനെ പറയണം. ദേ സച്ചി, മര്യാദയ്ക്ക് സംസാരിക്കണം, നീ പോടാ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ രേവതി ഉടനെ ശ്രീകാന്തിനോട് പറയാണ്, ശ്രീകാന്തേ ഈ സൂപ്പ് നീയാണോ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കണം. അപ്പോൾ ശ്രീകാന്ത് പറയണം, അല്ലേ എടുത്തി, ഇത് വേറൊരു ഷെഫാണ് ഉണ്ടാക്കിയത് എന്ന് പറയണം. അപ്പോൾ രേവതി അത് കുടിച്ചിട്ട് രേവതി ശ്രീകാന്തിനോട് പറയണം, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടല്ലോ അച്ഛനുള്ളപ്പോൾ ജലദോഷമൊക്കെ വരുമ്പോൾ ആട്ടിൻ സൂപ്പ് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ശ്രുതിയോട് പറയണം, കണ്ടില്ലേ തള്ളി മറിയുന്നു നോണ എന്നിങ്ങനെ പറയാണ് ശ്രീകാന്ത് അല്ല നമ്മുടെ ശ്രുതിയോട് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മുടെ രേവതിക്ക് ഇൻസൾട്ടായിട്ട് തോന്നുകയാണ്. കാരണം രേവതിയൊക്കെ കേൾക്കുകയാണ് ശ്രുതി ഇങ്ങനെ പറയുന്നത്, ശ്രീകാന്തിനും വല്ലാതെ തോന്നുകയാണ്. സച്ചി ഉടനെ തന്നെ പറയണേ, എടാ നീ പിന്നെ അങ്ങ് ഡെയിലി അങ്ങ് സൂപ്പിലല്ലേ 3 നേരം കുളിച്ചോണ്ടിരുന്നത്, മിണ്ടാതിരിയടാ, മണ്ടത്തരം വിളിച്ച് പറയാതെ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ ശ്രുതിയും പരസ്പരം മുഖത്ത് നോക്കിയാണ്, എന്ന് പറഞ്ഞിട്ട് അവർക്ക് നാണക്കേടാവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഇടയിലൊരു രസം വരുന്നതെന്ന് വെച്ചാൽ സ്പെഷ്യൽ ഡിഷ് കൊണ്ടുവരികയാണ്. അപ്പോൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് 2 പേരുടെയും 4 പ്ലേറ്റിലായിട്ട് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, ഇതെന്ത് ഡിഷാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്ത് ഡിഷാണ് ശ്രീകാന്ത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയണ, ഏട്ടത്തി ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ എൻ്റെ റെസിപ്പിയാണ്, മഷ്റൂം കൊണ്ടുള്ള ഒരു ഡിഷാണ് എന്ന് പറയുകയാണ്. അങ്ങനെ അത് 2 പേരുടെയും മുന്നിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് കത്തിയും മുള്ളും ഒക്കെ കൊണ്ടുവച്ചിരിക്കുകയാണ്. കത്തിയില്ല, കുത്തി ഇറക്കുന്ന കരണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അത് 2 കൂടെ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നെപ്പോലെ തന്നെ അത് വെച്ചിട്ട് കഴിക്കാൻ നമ്മുടെ രേവതിക്കും അറിയില്ല. അങ്ങനെ എത്ര പേർക്ക് ഈ കത്തിമുള്ളൊക്കെ വെച്ചിട്ട് കഴിക്കാൻ അറിയാമെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ, എനിക്കറിഞ്ഞൂടാ.
അങ്ങനെ നമ്മുടെ രേവതിയുടെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്, സച്ചിയുടെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. സച്ചി ഇത് കാണുമ്പോൾ തന്നെ കത്തിയും മുള്ളൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് കൈ കൊണ്ട് നുള്ളിപ്പറക്കി കഴിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് ശ്രുതിയും നോക്കിയിട്ട് വേണം, അയ്യേ ഇവന് മാനേഴ്സ് ഇല്ല, നോക്ക് കഴിക്കുന്നത് എന്നെ കണ്ടില്ലേ കൈ വച്ചിട്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ തുറച്ച് നോക്കുകയാണ് ശ്രുതിയെയും അതുപോലെ ശ്രുതിയെയും. അങ്ങനെ നമ്മുടെ ശ്രുതിയും കത്തിമുള്ള വെച്ചൊക്കെ കട്ട് ചെയ്തും കുത്തിയെടുത്തൊക്കെ തിന്നുവാണ് രണ്ടുപേരും. അവർ ഭയങ്കര സന്തോഷത്തിൽ തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശ്രുതി പറയുന്നു, ശ്രീകാന്തേ സൂപ്പറായിട്ടുണ്ട്, അടിപൊളി എന്നിങ്ങനെ പറയുകയാണ്. ശ്രീകാന്ത് താങ്ക്സ് ഒക്കെ പറയുകയാണ്. അപ്പോൾ രേവതിക്ക് ഇത് വെച്ച് തിന്നാൻ അറിയാൻ വയ്യ. രേവതി ഇങ്ങനെ ശ്രുതിയെ നോക്കും, അവർ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കും. അപ്പോൾ ഇങ്ങനെ സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുന്നുണ്ട്. രേവതി അവരെ നോക്കി ഇങ്ങനെ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന കണ്ടിട്ട് സച്ചിക്ക് എന്നെ ചിരി സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒടുവിലുണ്ടല്ലോ ശരിക്കും നമ്മുടെ ശ്രീകാന്തിന് വിഷമാവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കണ്ടിട്ട് കളിയാക്കുകയാണ് നമ്മുടെ ശ്രുതിയും. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശ്രുതി പറയാണ്, കണ്ടില്ലേ അവളിരുന്ന് കഴിക്കുന്ന കണ്ടില്ലേ, അവൾക്ക് ഇത് അറിഞ്ഞുകൂടാത്ത ഭക്ഷണം എന്തിനാ കഴിക്കാനായിട്ട് ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രീകാന്തിനും വിഷമാവുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് സച്ചി വളരെ കൂളായിട്ടാണ് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത്. സച്ചി പറയാണ്, എൻ്റെ രേവതി, ഈശ്വരൻ കൈ തന്നിരിക്കുന്നത് എന്തിനാണ്? കഴിക്കാനും നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാനാണ്. ഈ കത്തീരെയും മുള്ളിൻ്റെയൊക്കെ ആവശ്യം എന്താ? എടുത്ത് ദൂരെ കളഞ്ഞിട്ട് 2 കൈയുണ്ടല്ലോ, നുള്ളിപ്പറക്കി തിന്നടി പെണ്ണേ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി കത്തി മുള്ളൊക്കെ ദൂരെ കളഞ്ഞിട്ട് സച്ചി പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയായി പുള്ളിക്കാരത്ത് കൈവച്ച് കഴിക്കുകയാണ്. കൈവച്ച് കഴിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഉടനെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആക്കുകയാണ് നമ്മുടെ സുധീരെടുത്ത്. അങ്ങനെ അവരിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോരോ കൗണ്ടർ അടിക്കുന്നുണ്ട്, 2 കൂട്ടരും കൗണ്ടർ അടിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. അങ്ങനെ പോവേ നമ്മുടെ ശ്രീകാന്ത് പറയണേ, ഇതെന്താ ഇവിടെ നടക്കുന്നത്? നിങ്ങൾ പരസ്പരം ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. നിങ്ങളൊക്കെ കൂടി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞ് സംസാരിച്ച് ഒരു ജോളി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാർട്ടി സെറ്റ് ചെയ്തത്. ഇതിപ്പോൾ ആരും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇത് പറ്റില്ല കേട്ടോ. എല്ലാവരും പരസ്പരം മനസ്സിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കണം. അങ്ങനെയാണെങ്കിലല്ലേ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതാകുമ്പോഴല്ലേ ഇതൊന്ന് നല്ല സന്തോഷമായിട്ട് നല്ലൊരു പാർട്ടി ആവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മുടെ ഇങ്ങനെ അവരാരും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണം. അപ്പോൾ ശ്രുതി പറയണേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ഞാൻ തന്നെ സംസാരിച്ച് തുടങ്ങാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി ചിരിക്കുകയാണ് അപ്പോൾ ശ്രുതിയെ നോക്കിയിട്ട്. അപ്പോൾ നമ്മുടെ രേവതി പറയണേ, സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീട്ടിലെ വിവാഹം കഴിച്ച് വന്നിട്ട് തോന്നുന്ന ആളൊന്നും ആയില്ല. പക്ഷേ എന്നാലും രേവതിയെക്കുറിച്ച് ആരും പറഞ്ഞ് എനിക്കറിയില്ല. രേവതിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ രേവതിയെക്കുറിച്ച് അറിയാനാണ് എനിക്ക് താല്പര്യം എന്ന് പറയുമ്പോൾ തന്നെ സച്ചിയുടെ മുഖം അങ്ങ് വാടി, രേവതിയുടെ മുഖം അതിനപ്പുറം വാടി. അപ്പോൾ അതിന് പിന്നിലൊരു കാര്യമുണ്ട് കേട്ടോ. ഉടനെ തന്നെ ശ്രുതി ചോദിക്കുകയാണ്, അല്ല സച്ചിയും രേവതിയും പ്രണയിച്ചാണോ വിവാഹം കഴിച്ചത്? നിങ്ങളുടെ വിവാഹം എങ്ങനെയാണ് നടന്നത്? എപ്പോഴാണ് നടന്നത്? തൂന നാളായോ വിവാഹം കഴിച്ചിട്ട്? എന്തായിരുന്നു വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യം എന്നൊക്കെ വേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ തന്നെ ശ്രുതി ചോദിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സച്ചിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ ലവ് മാരേജ് ആയിരുന്നോ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ സച്ചി പറയണേ, ലവ് മാരേജും ഇല്ല ക്യൂ മാരേജും ഇല്ല എന്ന് പറയണ്. അതേക്കുറിച്ചൊന്നും ഇവൻ നിന്നോട് ഒന്നും പറഞ്ഞിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ കുത്തിയെടുത്ത് തിന്നാനിരുന്ന മഷ്റൂം അവിടെ അതിലങ്ങ് വെക്കുകയാണ് ശ്രുതി. അപ്പോൾ ഉടനെ ശ്രുതി പറയണേ, ഇല്ല എന്ന് പറയണം. അപ്പോൾ ഇവൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് ഇവൻ്റെ പ്രശ്നം. ഇവൻ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ നോക്കി നടക്കും, എന്നിട്ട് അത് എല്ലാവരോടും പാടിക്കൊണ്ട് നടക്കും. പക്ഷെ സ്വന്തം കാര്യമുണ്ടല്ലോ, ശിവനും അറിയില്ല, അവനിങ്ങനെ പുതുക്കി വെക്കും. അതാണ് കുട്ടിക്കാലം മുതൽക്കേ ഉള്ള ഇവൻ്റെ സ്വഭാവം. ഇപ്പോഴും അതിലൊരു മാറ്റവുമില്ല. ഇപ്പോഴും അവൻ അങ്ങനെ തന്നെ നടക്കുകയാണ്. ഇതുവരെ നിന്നോടൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്, എന്താണ് ഉദ്ദേശിച്ചതെന്ന് എന്താണെന്ന് മനസ്സിലാവാതെ അപ്പോൾ ഉടനെ ശ്രുതി പറയണേ, നിനക്ക് വേറെ ജോലിയില്ലേ സച്ചി? നീ കഴിച്ചിട്ട് എണീച്ച് പോകാൻ നോക്ക് എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി പറയണേ, ഇല്ല, എന്തായാലും നിൻ്റെ ഭാര്യ സംശയങ്ങളൊക്കെ ചോദിച്ചതല്ലേ, അതൊക്കെ ഒന്ന് തീർത്തു കൊടുക്കട്ടെ, അതിന് ശേഷം കഴിക്കാം എന്നിങ്ങനെ പറയണേ. എന്നിട്ട് ശ്രുതിയോട് പറയണം, നീ എന്നോട് ചോദിച്ചില്ലേ ഞാൻ എപ്പോഴാണ് ഇവളെ വിവാഹം കഴിച്ചതെന്ന്? സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇവളെ എൻ്റെ പെണ്ണായിരുന്നില്ല എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയണം, നിന്റെ അടുത്തിരിക്കുന്ന നിന്റെ ഭർത്താവില്ലേ ഈ ഇരിക്കുന്ന സുധി, ഇവനെയും ഇവളുടെയും കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്നതായിരുന്നു, ഇവരെ 2 പേരുടെയും പരസ്പര ഇഷ്ടത്തോടു കൂടി. അപ്പോൾ ഇങ്ങനെ ഞെട്ടുകയാണ് ശ്രുതി.
അപ്പോൾ സുധിയാണെങ്കിൽ കണ്ണാടിയുടെ മണ്ടയിൽ കൂടെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി വരികയാണ് സുധിയുടെ. അപ്പോൾ ഉടനെ നമ്മുടെ സച്ചി പറയാണ്, ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം ഉറപ്പിച്ചു വെച്ചു. മണ്ഡപത്തിൽ നവവധുവായിട്ട് ഈ ഇരിക്കുന്ന രേവതി ഒരുങ്ങി വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഇവൻ എന്താണ് കാണിച്ചതെന്നറിയാമോ? ഇവളെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അച്ഛൻ റിട്ടയർഡ് ആയപ്പോൾ കിട്ടിയ 50 ലക്ഷം രൂപ ഇവൻ വാങ്ങിച്ചു. എന്നിട്ട് ഇവളെ വിവാഹം കഴിക്കാതെ ആ 50 ലക്ഷം രൂപയും കൊണ്ട് വിവാഹത്തിൻ്റെ അന്ന് മണ്ഡപത്തിൽ വന്നിട്ട് അവിടെ വച്ച് ആരും കാണാതെ ഇവൻ മുങ്ങിക്കളഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോവാണ്. ഒരു തീഗോളം പോലെ പോവാണ് ശ്രുതിയുടെ കണ്ണുകളിൽ കൂടെ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ പേടിച്ചു പോവുകയാണ്. ഇനി എന്തരാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇനി ആ ഡിഷൊക്കെ എടുത്ത് തലക്കടിച്ച് നിന്നിട്ട് നമ്മുടെ ശ്രുതി ഇറങ്ങി പോവുമെന്നൊന്നും അറിഞ്ഞൂടാത്ത ആ ഒരു വെപ്രാളത്തിൽ നമ്മുടെ ശ്രുതി ഇരിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ സച്ചി പറയാണ്, അങ്ങനെ ഇരുന്ന സമയത്തുണ്ടല്ലോ ഇവളുടെ വീട്ടുകാർ ഇവളൊക്കെ കരച്ചിലോട് കരച്ചിൽ. അപ്പം എൻ്റെ അച്ഛൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, പിന്നെ സച്ചി, ശ്രുതി പോയെങ്കിൽ പോയി, നീ ഇവളെ വിവാഹം കഴിക്കണം എന്ന്. വിവാഹ മണ്ഡപത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഒരു പെൺകുട്ടി പോകുന്നത് ശരിയല്ല, എന്നോട് ഇവളെ വിവാഹം കഴിക്കാൻ പറഞ്ഞു. ആ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഇവളെ വിവാഹം കഴിച്ചത്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രണയ വിവാഹമൊന്നും അല്ല എന്നിങ്ങനെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ഞെട്ടിപ്പോകുന്നു. ശ്രുതി ഒരു വല്ലായ്മയോടുകൂടി ശ്രുതിയെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയല്ലേ ആള്, പഠിച്ച കള്ളിയല്ലേ, പുള്ളിക്കാരത്തി വിട്ടുകൊടുക്കുമോ? എനിക്ക് തോന്നുന്നു ശ്രുതിയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമായി കാണും. കാരണം ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ നമ്മുടെ ശ്രുതിയിൽ നിന്നും പിടിച്ചെടുക്കുന്ന സമയത്ത് തിരിച്ചടിക്കാൻ ഒരു ആയുധമായിട്ട് ഈ ഒരു സംഭവത്തെ ശ്രുതി വെക്കുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ശ്രുതി ആദ്യം ഒന്ന് ഞെട്ടുന്നു. പിന്നീട് ആ ഞെട്ടലൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് നമ്മുടെ ശ്രുതി പറയുകയാണ്, ഓ ഇത്രയേ ഉള്ളോ, ഇതായിരുന്നോ കാര്യം? അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ കല്യാണം ഒരു സഹതാപ കല്യാണമാണല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തിന്നുകൊണ്ടിരുന്ന സച്ചി ഇങ്ങനെ നോക്കുകയാണ്. സച്ചിക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ തന്നെ ശ്രീകാന്ത് അങ്ങ് വല്ലാണ്ടാവുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, അപ്പോൾ എനിക്കിപ്പോൾ കാര്യമെല്ലാം വ്യക്തമായി. ചുമ്മാതല്ല നിങ്ങൾക്കിടയിൽ പൊട്ടലും ചീറ്റലും, നിങ്ങൾ ചുമ്മാതല്ല ഇതുവരെയും ദാമ്പത്യ ജീവിതം നയിക്കാത്തത്. നിങ്ങൾക്കിടയിലുള്ളത് ഒരു സഹതാപ കല്യാണം മാത്രം. അപ്പോൾ ഉടനെ തന്നെ ഇത് കേൾക്കുമ്പോൾ ഉടനെ നമ്മുടെ ശ്രുതി ചാർജ് ആവുകയാണ്. ശ്രുതി പറയണം, അതേ ശ്രുതി, അതെ, ഇവരുടേതേ ഒരു സഹതാപ കല്യാണമായിരുന്നു. സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് ഇവളെ കല്യാണം കഴിക്കുന്നത് ഇഷ്ടമേ അല്ലായിരുന്നു. എനിക്കാണെങ്കിൽ തീരെ താല്പര്യമില്ലായിരുന്നു. ഇവളെ വന്ന് പെണ്ണ് കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞതാണ്, അച്ഛാ എനിക്ക് ഈ വിവാഹം വേണ്ടെന്ന്. ഇവളെ വന്ന് പെണ്ണ് കണ്ടു കഴിഞ്ഞപ്പോഴും ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ആ പെണ്ണുമായിട്ട് ജീവിക്കാൻ പറ്റില്ല, അവരുടെ വീടും ചുറ്റുപാടും ഒന്നും എനിക്കിഷ്ടമല്ല, ഇവളെ എനിക്ക് കല്യാണം കഴിക്കാനേ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ അച്ഛൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? അത് പറ്റില്ല മോനെ, അവളെ കല്യാണം കഴിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. മനസ്സിന് പിടിക്കാത്ത ആളുകളുമായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും ശ്രുതി? അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്നോ, വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒടുവിൽ എൻ്റെ അച്ഛൻ ചെയ്ത കെണി എന്താണെന്നറിയാമോ? 50 ലക്ഷം രൂപ കാണിച്ച് എൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. ഞാൻ പരമാവധി പിടിച്ചു നിൽക്കാനായിട്ട് നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. 50 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ വച്ച് തന്ന് എൻ്റെ അച്ഛൻ എൻ്റെ മനസ്സ് മാറ്റി. അങ്ങനെ വിവാഹ മണ്ഡപത്തിൽ വരുന്ന സമയത്ത് വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഇവളെ കണ്ടപ്പോഴുണ്ടല്ലോ എനിക്കത് അംഗീകരിക്കാനേ പറ്റുന്നില്ല. എൻ്റെ മനസ്സിനെ എനിക്ക് സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല. ഇവളുമായിട്ട് എനിക്ക് ഒരിക്കലും ജീവിക്കാനോ ഒത്തുചേരാനോ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ശ്രുതി, മനസ്സിന് ഇഷ്ടമല്ലാത്ത ഒരാളുമായിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയതാണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ എൻ്റെ അച്ഛൻ മാത്രമാണ് എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി പല്ലൊക്കെ കടിക്കുകയാണ്, കൈയൊക്കെ ഇങ്ങനെ ഇറുക്കി ഇങ്ങനെ പിടിക്കുകയാണ്. ഇവൻ്റെ മൂക്കാമണ്ടയ്ക്ക് നോക്കി ഇടിക്കാനെന്നുള്ള രീതിയിൽ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ മുഷ്ടി പിടിച്ചിങ്ങനെ സച്ചി ഇരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശ്രുതി വിടുന്നില്ല. അപ്പം തന്നെ ശ്രുതി പറയണം, ഓ അപ്പോൾ പിന്നെ ശ്രുതിയെ കുറ്റം പറയാനൊന്നും പറ്റില്ല, അതാർക്കായാലും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. ഇഷ്ടമില്ലാതെ എങ്ങനെയാണ് ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുന്നത് എന്നൊക്കെ പറയുമ്പോൾ രേവതി ഇങ്ങനെ കരയുകയാണ്. 2 കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണീരിങ്ങനെ മടുമടാ വരെയാണ്. ഇത് കാണുകയാണ് നമ്മുടെ ശ്രീകാന്തും സച്ചിയും. പക്ഷേ ശ്രീകാന്ത് പറയാണ്, ശ്രീകാന്തിനോട് നമ്മുടെ സച്ചി പറയണം, ശ്രീകാന്തേ ഇവൻ്റെ കൂടെ വാ അടച്ചു വെക്കാൻ പറയടാ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ ശ്രീകാന്ത് പറയണേ, സുധീട്ട ഒന്ന് മിണ്ടാതിരിക്കേ, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കേ എന്നിങ്ങനെ പറയണം. അപ്പോൾ വീണ്ടും സുധി നിർത്താൻ ഭാവമില്ല. സുധി പറയുകയാണ്, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എന്നെയാ ചതിച്ചത്, എൻ്റെ അച്ഛനെന്ന് പറയുന്നവൻ എന്നെയാണ് ചതിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും സച്ചി പറയാണ്, ശ്രീകാന്ത് ഇവനോട് മിണ്ടാതിരിക്കാൻ പറ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രീകാന്തിൻ്റെ മനസ്സിലായി രംഗം വഷളാവുന്നു. ശ്രീകാന്ത് പറയണം, ഏട്ടാ ഒന്ന് മിണ്ടാതിരിക്കേട്ടാ. അപ്പോൾ ഉടനെ നമ്മുടെ
ശ്രുതിയും പറയുകയാണ്, സത്യം പറഞ്ഞാലുണ്ടല്ലോ അച്ഛൻ തന്നെയാണ് ഇവന് പാഴിക്കളയുന്നതെന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഉടനെ തന്നെ ശ്രീകാന്തിനോട് വീണ്ടും സച്ചി പറയാണ്, സച്ചി രണ്ടുപേരുടെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് അതുപോലെയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്, പക്ഷേ ആരും അനുസരിക്കുന്നില്ല. അപ്പം തന്നെ നമ്മുടെ ശ്രുതി പറയുകയാണ്, എൻ്റെ ശ്രുതി സത്യം പറഞ്ഞാലുണ്ടല്ലോ അന്ന് ഞാൻ ഓടിപ്പോയത് എൻ്റെ ഗതികേട് കൊണ്ടാണ്. ഇവൻ എപ്പോഴും ഓടിപ്പോയി എന്ന് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതേ ഈ ഇരിക്കുന്ന ഇവളെ ഇവന് പോലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഇത്രയും പഠിപ്പും വിവരവും ഡിഗ്രികളൊക്കെ ഉള്ള ഞാൻ ഇവളെ എങ്ങനെ സഹിക്കാനാണ്? അതുകൊണ്ട് തന്നെയാണ് ശ്രുതി, എല്ലാത്തിനും കാരണം എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛനാണ് സത്യം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ ജീവിതം നശിപ്പിച്ചത്. അച്ഛൻ തന്നെയാണ് പൈസ കാണിച്ച് എൻ്റെ മനസ്സ് മാറ്റിയെടുത്തത്. ഇവനെ ഈ രീതിയിലാവാൻ കാരണവും അച്ഛൻ തന്നെയാണ്. പാവം എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ് എൻ്റെ അച്ഛൻ. സത്യം പറഞ്ഞാലുണ്ടല്ലോ ആ മനുഷ്യനെ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മയുടെ ജീവിതം എത്രയോ മുകളിലേക്ക് പോയാനെ. ആ ഒരു മനുഷ്യൻ കാരണം എൻ്റെ അമ്മയുടെ ജീവിതം നശിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി ഒറ്റ ചാടി എണീക്കുകയാണ്. നമ്മുടെ ശ്രുതിയെ കോളറിന് തൂക്കി എടുക്കുകയാണ്, ചെവിക്കൽ പുളക്കോർണം ഇട്ട് കൊടുക്കുകയാണ്. എന്താടാ നീ എൻ്റെ അച്ഛനെ പറഞ്ഞത്? എൻ്റെ അച്ഛനെ പറഞ്ഞോടാ നീ എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും കൂടെ തമ്മിൽ കടിപിടി കൂടുകയാണ്. പക്ഷേ ശ്രുതിയെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. നമ്മുടെ സച്ചി എടുത്ത് നിലത്തടിക്കാനൊക്കെ തുടങ്ങുകയാണ് ശ്രുതിയെ. അങ്ങനെ ഒടുവിൽ എല്ലാവരും കൂടി ചേർന്ന് രേവതിയും ശ്രീകാന്തും ഒക്കെ കൂടി ചേർന്നിട്ട് നമ്മുടെ സച്ചിയെ പിടിച്ച് വലിച്ചു വെച്ചിരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ശ്രുതിയെയും പിടിച്ചു വെച്ചിരിക്കുകയാണ്. ശ്രുതിയെ പിടിക്കാൻ അവിടെ ആരുമില്ല, ശ്രുതി മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ഇരച്ചരച്ച് മുന്നോട്ട് വരികയാണ് നമ്മുടെ ശ്രുതിയെ തല്ലാനായിട്ട്. അങ്ങനെ വല്ല ചാതി പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം തന്നെ ശ്രുതി ചാർജ് ആവുകയാണ്. ശ്രുതി പറയുകയാണ്, മാനേഴ്സ് ഇല്ലാത്തവൻ, വിവരമില്ലാത്തവൻ, ഈ കൾച്ചർ ഇല്ലാത്തവൻ്റെ കൂടെയാണോ നമ്മളെ ഭക്ഷണം കഴിക്കാനായിട്ട് ക്ഷണിച്ചത്? ഇത് വേണ്ടിയിരുന്നു ശ്രീകാന്തേ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് വീണ്ടും പറയാണ്, ഇത്രയും വിവരമില്ലാത്ത ഒരുത്തനായിപ്പോയല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ മനുഷ്യരോട് എങ്ങനെ, രേവതിയോടാണ് ശ്രുതി പറയണത്, മനുഷ്യരോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നീ നിൻ്റെ ഭർത്താവിനെ പറഞ്ഞ് പഠിപ്പിക്കടി എന്നിങ്ങനെ പറയണം. ഉടനെ തന്നെ രേവതിക്ക് ദേഷ്യം വരികയാണ്. രേവതി പറയണ്, നിർത്ത് ശ്രുതി, നിർത്ത്, നീ ആദ്യം മര്യാദ എന്താണെന്ന് നീ നിൻ്റെ ഭർത്താവിനെ പോയി പഠിപ്പിക്കടി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. അങ്ങനെ ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് മുഴുവനും കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക. കണ്ടതിന് ശേഷം ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ശ്രുതിക്കൊപ്പമാണോ സച്ചിക്കും രേവതിക്കും ഒപ്പമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.